ഹായ് ഹലോ വെൽക്കം ബാക്ക്. അപ്പോൾ നല്ല വലിയ ചെമ്മീൻ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ വിചാരിച്ചു എന്തിനാണ് ഈ മീൻ കറിയും മീൻ ചാറും മീൻ മുളകിലൊക്കെ വെക്കുന്നത്, നല്ലൊരു മസാല ആക്കാമെന്ന് വിചാരിച്ചിട്ടാണ് ഉണ്ടാക്കാൻ ഒരുങ്ങിയിട്ടുള്ളത്. അപ്പം ആദ്യം ഒരു പാൻ എടുത്തു, അതിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ വയ്ക്കും. നല്ല തനി നാടൻ ചെയ്യുമ്പോൾ നമ്മളെന്നും വെളിച്ചെണ്ണയാണ് യൂസ് ചെയ്യേണ്ടത് കേട്ടോ. അപ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി അതിലേക്ക് നമ്മൾ വെളുത്തുള്ളി, ചെറുതായി കട്ട് ചെയ്ത വെളുത്തുള്ളി, ഒരു 4-5 വെളുത്തുള്ളി പൊടിയായി കട്ട് ചെയ്തിട്ട് അത് ഇതിലിട്ടിട്ട് ഒന്ന് ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. നമ്മൾ ഫസ്റ്റ് തന്നെ വെളുത്തുള്ളി ചേർക്കുന്നത് എന്താ വെച്ചാൽ നല്ലൊരു മണം വരും. അതിനാണ് ഫസ്റ്റ് തന്നെ നമ്മൾ വെളുത്തുള്ളി ചേർക്കുന്നുള്ളത്. ഇനി ഇതിലേക്ക് വലിയ 2 ഉള്ളി നമ്മൾ നോർമലായി കട്ട് ചെയ്യുക, എന്നിട്ട് നടുവിൽ കീറി കൊടുക്കുക. അങ്ങനെയാണ് നമ്മൾ ഉള്ളി കട്ട് ചെയ്യണത്. അതെല്ലാം നിങ്ങൾക്ക് നീളത്തിലാണ് മതിയെന്നുണ്ടെങ്കിൽ നിങ്ങൾ നീളത്തിൽ കട്ട് ചെയ്ത് കൊടുക്കുക കേട്ടോ. അപ്പോൾ വലിയ 2 ഉള്ളി എടുത്തിട്ടുണ്ട്. ചെറുതാണെങ്കിൽ നിങ്ങൾ ക്വാണ്ടിറ്റി 3 ആക്കുക കേട്ടോ. അപ്പോൾ വലുതായതുകൊണ്ടാണ് ഞാനിവിടെ 2 ഉള്ളി എടുത്തിട്ട് ഉള്ളി ആഡ് ചെയ്തുള്ളത്. ഇനി ഇതിനെ നന്നായിട്ട് വഴറ്റി കൊടുക്കുക. ജസ്റ്റ് ഇനിയിപ്പോൾ നോക്കുമ്പം ജസ്റ്റ് ഒരു കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇത്ര ആയാൽ പോരാ, ജസ്റ്റ് ഒരു ബ്രൗൺ ഗോൾഡൻ കളർ ആകുന്നവരെ ഇതൊന്ന് വഴറ്റി വരണം. ഇനി ഈ സമയത്ത് നമ്മൾ അതിലേക്ക് കുറച്ച് കറി ലീവ്സ് ഇട്ട് കൊടുക്കുക. ഇനി വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് കറിവേപ്പില ഇട്ടപ്പോൾ നല്ല മണം വരും. ഫുള്ളായിട്ട് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കുക. ഗോൾഡൻ കളർ ആവുന്നവരെ തന്നെ വഴറ്റി കൊടുക്കുക. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ വീഡിയോ ഇഷ്ടമായിട്ടേക്കും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇനി അതിലേക്ക് 4 പച്ചമുളക് ഇതേപോലെ നീളത്തിൽ കീറിയിട്ട് അത് കൂടി ഇട്ടിട്ട് ഒന്ന് സോട്ട് ചെയ്യുക. വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റാണ്. നിങ്ങൾക്കിത് ചപ്പാത്തിൻ്റെ കൂടെയോ പത്തലിൻ്റെ കൂടെയോ ദോശൻ്റെ കൂടെയോ അതല്ല ചോറിൻ്റെ കൂടെയോ നിങ്ങൾക്ക് കഴിക്കാം. അത്രയ്ക്കും ടേസ്റ്റാണ്. ഇനി നിങ്ങൾ ചെമ്മീൻ കിട്ടാൽ തീർച്ചയായിട്ടും ഇതേപോലെ ഉണ്ടാക്കി നോക്കാം കേട്ടോ. ഇനി അതിലേക്ക് തക്കാളി ഇട്ട് കൊടുക്കുക. വലിയൊരു തക്കാളിയാണ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത്. അതുകൂടി ഇട്ടിട്ട് നിങ്ങൾ ഈ തക്കാളി ഒന്ന് വഴണ്ട് വരുന്നവരെ ഇതിനെ വഴറ്റി കൊടുക്കുക. ഫുള്ളായിട്ട് നമ്മുടെ തക്കാളിയൊക്കെ ഉടഞ്ഞ് വരണം. അതുവരെ നമ്മളിതിനെ വെയിറ്റ് ചെയ്യുക. ഇനൊന്ന് ജസ്റ്റ് കവർ ചെയ്ത് കൊടുക്കുക. ആ സമയത്ത് ഇതൊക്കെ വഴണ്ടിട്ട് വരും, ഉടഞ്ഞ് കിട്ടും. അതിനാണ് നമ്മൾ കവർ ചെയ്തിട്ട് വെക്കുന്നത്. ഒരു 5 മിനിറ്റ്സ് കഴിയുമ്പോൾ ജസ്റ്റ് ഒന്ന് തുറന്ന് നോക്കുക. ആ സമയത്ത് നമ്മുടെ തക്കാളിയൊക്കെ വെന്ത് വന്നിട്ടുണ്ടാവും. ജസ്റ്റ് ഒന്ന് ഉടച്ച് കൊടുത്താൽ നമ്മുടെ തക്കാളിയൊക്കെ ഒടിഞ്ഞ് കിട്ടിക്കോളും. എന്നും ഒരേപോലെ തന്നെ കഴിച്ച് നിങ്ങൾക്കൊക്കെ മടുത്ത് കാണുമല്ലോ. അപ്പോൾ ഒരിക്കൽ ചെമ്മീൻ കിട്ടിയാൽ നിങ്ങൾ ഇതേപോലെ ചെയ്ത് നോക്കുക. എല്ലാവർക്കും ഇഷ്ടമാവും. കുട്ടികൾക്കായാലും വലിയവർക്കായാലും ഇത് ഇഷ്ടമാവും. അതല്ല നിങ്ങൾ വല്ല വിരുന്നിനോ ഗസ്റ്റോ വന്നാൽ അതും ഇതേപോലെ തന്നെ ഉണ്ടാക്കി നോക്കുക. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു ചെമ്മീൻ മസാലയാണ് കേട്ടോ. ഇനി നമുക്ക് ഫുള്ളായിട്ടൊന്ന് മിക്സ് ചെയ്യാം. സമയത്ത് നമ്മുടെ എല്ലാ ഉള്ളിയും തക്കാളിയൊക്കെ ഉടഞ്ഞ് വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. ഇതിൽ സ്കിപ്പായി പോയൊരു കാര്യമുണ്ട്. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടിട്ടുണ്ട് ഞാൻ. അത് രണ്ടും കൂടിയിട്ട് അര ടീസ്പൂൺ അത്രേ ആവശ്യമുള്ളൂ. അത് കൂടി ഇട്ട് കൊടുത്തിട്ട് വഴറ്റിയിട്ടുണ്ട്. അതെൻ്റെ ക്യാമറ ഓഫായതാണ്. അപ്പോൾ അത് നിങ്ങൾ മറക്കാതെ ഇട്ട് കൊടുക്കുക. ഇനി അതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുക. ഇനി എല്ലാ മസാലപ്പൊടികളും നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി 1 ടീസ്പൂൺ നമ്മുടെ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. അതേപോലെ തന്നെ നമുക്ക് മുളക് പൊടി 1 ടീസ്പൂൺ, 1-1.5 ടീസ്പൂൺ നമ്മുടെ മുളക് പൊടി ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഫുള്ളായിട്ട് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് വഴറ്റി കൊടുക്കുക. നമ്മുടെ ഉള്ളി തക്കാളിൻ്റെ മസാലയിൽ ഇത് ഫുള്ളായിട്ട് വഴറ്റി കൊടുക്കുക. ഈ സമയത്ത് നമ്മുടെ പച്ച ചുവയൊക്കെ നമ്മുടെ മുളകിൻ്റെയും മല്ലിൻ്റെ ഒക്കെ മാറി കിട്ടിക്കോളും. അതിനാണ് നമ്മൾ ഇതിനെ വഴറ്റി കൊടുക്കുന്നുള്ളത്. ഇനി നമ്മൾ ക്ലീൻ ആക്കിയ നമ്മുടെ ചെമ്മീൻ ഇവിടെ എടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു വലിയ ചെമ്മീനാണ് എടുത്തിട്ടുള്ളത്. അതിന് നന്നായിട്ട് ക്ലീൻ ചെയ്യാം. ഞാനിവിടെ തലയും ചേർക്കുന്നുണ്ട്. തല കഴിക്കുന്നവരാണെങ്കിൽ തല ഇട്ട് കൊടുക്കുക. അതല്ല നിങ്ങൾക്ക് തല കഴിക്കാത്തവരാണെങ്കിൽ തല ഇട്ട് കൊടുക്കേണ്ടതില്ല കേട്ടോ. ഇനി അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഒരു 1/4 കിലോ അല്ല, 1/2 കിലോൻ്റെ കുറച്ച് കുറവായിരിക്കും നമ്മുടെ ചെമ്മീൻ ഉണ്ടാവുക. അത് ഇതിലിട്ടിട്ട് ഫുള്ളായിട്ട് മിക്സ് ചെയ്യുക. നമ്മുടെ എല്ലാ മസാലയും എല്ലായിടത്തും പിടിക്കുന്ന പോലെ നമ്മൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളിതിൽ ലാസ്റ്റ് ചേർക്കുന്നതാണ് നമ്മുടെ ഉപ്പ്. ഒരു 1/4 ടീസ്പൂൺ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. ഉപ്പ് നോക്കിയിട്ട് വീണ്ടും നമുക്ക് ആഡ് ചെയ്യാം. അതുകൊണ്ടാണ് ആദ്യം കുറച്ചിട്ട് കൊടുക്കുന്നുള്ളത്. നമുക്ക് ഫസ്റ്റ് തന്നെ അറിയത്തില്ല എത്രയാണ് ഉപ്പ് വേണ്ടതെന്നുള്ളത് നോക്കിയിട്ട്. ചില ഉപ്പിന് ഓരോ ഉപ്പ് കൂടുതലും കുറവൊക്കെ ആയിരിക്കും. ഇനി നമ്മൾ ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. നമ്മുടെ എല്ലാ ചെമ്മീനിലും നമ്മുടെ മസാല പിടിക്കുന്ന പോലെ മിക്സ് ചെയ്ത് കൊടുക്കുക.
ഇനി നമ്മളിതിനെ കവർ ചെയ്ത് വെക്കാം. കാരണം വലിയ ചെമ്മീനാണ്, കുറച്ച് വേവ് കൂടുതലായിരിക്കും. അതുകൊണ്ടാണ് നമ്മൾ കവർ ചെയ്ത് കൊടുക്കുന്നുള്ളത്. ഇനി കവർ ഒരു 5 മിനിറ്റൊക്കെ കഴിഞ്ഞിട്ടൊന്ന് തുറന്ന് നോക്കിയാൽ നമ്മുടെ ചെമ്മീനൊക്കെ ഏകദേശം ആയി കാണും. ഇപ്പോൾ കണ്ടോ, നമ്മുടെ ചെമ്മീനൊക്കെ വെന്ത് വന്നിട്ടുണ്ട്. ഈ സമയത്ത് ലാസ്റ്റ് നമ്മൾ ചേർക്കുന്നുള്ളത് ഒരു 1/4 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും 1/4 ടീസ്പൂൺ നമ്മുടെ ചെറിയ ജീരകത്തിൻ്റെ പൊടി കൂടിയാണ് ചേർക്കുന്നുള്ളത്. ഇത് ഫുള്ളായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. അതുപോലെ തന്നെ അടിപൊളി ടേസ്റ്റ് എന്ന് വെച്ചാൽ അത്രക്കും ടേസ്റ്റാണ്. ഇനി ജസ്റ്റ് ഒന്ന് നമ്മുടെ ഈ ലാസ്റ്റ് ഇട്ട മസാലയിലൊന്ന് കടന്ന് ഒന്ന് ഫുള്ളായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കി കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ വിത്ത്